ഇന്ത്യൻ രാഷ്ട്രീയത്തെ താങ്ങി നിർത്തുന്നു എന്ന് സ്വയം കരുതുന്ന CPI എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ ഇന്നലെ PV അൻവർ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ നിറഞ്ഞു നിന്നത് മുഴുവനും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ ഗുണഗണങ്ങളെ കുറിച്ചായിരുന്നു. കമ്മ്യൂണിസം മഹത്തരമാണ്. ഇടതുപക്ഷം വലിയ സംഭവമാണ്. ലോകത്തെ നയിക്കുന്നത് ഇടതുപക്ഷമാണ്. PV അൻവർ വലതുപക്ഷക്കാരനാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യം ഇല്ലാത്ത ആളാണ്. വലതുപക്ഷത്തെ തകർക്കണം എന്നൊക്കെ ഗീർവാണം വിട്ട് അങ്ങ് കത്തിക്കയറി വന്നപ്പോഴാണ് സഖാവിന്റെ ഫോൺ ബെല്ലടിച്ചത്. റിംഗ് ടോൺ ഐഫോണിന്റേതാണ്. ഒരു വശത്ത് കമ്മ്യൂണിസം ആനയാണ്, തേങ്ങയാണ്, മഹത്തരമാണെന്നൊക്കെ തള്ളിമറിക്കുകയും മറുവശത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായും വലതുപക്ഷത്തെ ആശ്രയിക്കുകയും ചെയ്യുന്ന തൊരപ്പന്മാരെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? അംബാനി, അദാനി, അമേരിക്ക കുത്തക എന്നൊക്കെ തള്ളും. എന്നിട്ട് ഉപയോഗിക്കുന്നത് ജിയോസിം. ജലദോഷം വന്നാലും ഉടൻ പറക്കും അമേരിക്കക്ക്. അപ്പോൾ നമ്പർ 1 കേരളത്തിലെ ആരോഗ്യരംഗം വേണ്ട. എന്നാൽ വല്ല ക്യൂബയിലോ ചൈനയിലോ പോയിക്കൂടെ ഇവറ്റകൾക്ക്? അതും പറ്റില്ല. സ്വന്തം ആരോഗ്യം കാക്കാൻ ബൂർഷ്വാ കുത്തക അമേരിക്ക തന്നെ വേണം. നാട്ടുകാരുടെ മക്കളോട് പറയും പൊതുവിദ്യാഭ്യാസം മഹത്തരമാണ്, മക്കളെ സർക്കാർ സ്കൂളിൽ ചേർക്കാൻ. അതേസമയം സ്വന്തം കാര്യം വരുമ്പോൾ വേലയും കൂലിയും ഇല്ലാത്ത ഇവന്മാരുടെ മക്കൾക്ക് പഠിക്കാൻ അമേരിക്കയും ബ്രിട്ടനും പോലുള്ള മുതലാളിത്ത രാജ്യങ്ങൾ വേണം. ഇവന്മാരുടെ മക്കളെല്ലാം ഒന്നെങ്കിൽ ഏതെങ്കിലും മുതലാളിത്ത രാജ്യങ്ങളിലാകും ജോലിയും ബിസിനസ്സും. ഇനി ഇന്ത്യയിലാണെങ്കിലോ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ. കേരളത്തിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം വന്നാൽ ഉടൻ കൊടികുത്തി പൂട്ടിക്കും ഈ നാറികൾ. നാട്ടുകാരുടെ മക്കൾ അങ്ങനെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യണ്ട. സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഹമാസിനെ പോലുള്ള തീവ്രവാദികൾക്ക് വേണ്ടി കേരളത്തിൽ റാലി നടത്തും, കരഞ്ഞും മെഴുകും. അതേസമയം ഒരു ദിവസം തള്ളി നീക്കണമെങ്കിൽ അന്തം കമ്മി നേതാവിന് ജൂതന്റെ ഒരു 10 ഉൽപ്പന്നമെങ്കിലും വേണം. സ്വന്തം കാര്യം വരുമ്പോൾ ഇവന്മാർക്ക് കമ്മ്യൂണിസം ബാധകമല്ല. ഇനി വല്ല പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ചതാണോ ഈ ഐഫോൺ എന്നൊക്കെ ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് മൂല്യത്തെക്കുറിച്ച് വാതൂരാതെ തള്ളുന്ന നേതാവിന്റെ അണികൾ ഇന്നലെ PV അൻവറിനെതിരെ വിളിച്ച മുദ്രാവാക്യമായ ഗോവിന്ദൻ മാഷ് ഒന്ന് നൊടിച്ചാൽ PV അൻവറിന്റെ കൈയും തലയും വെട്ടി ചാലിയാർ പുഴയിൽ എറിയുമെന്ന് കൊലവിളി നടത്തും എന്നതുകൊണ്ട് ചോദിക്കുന്നില്ല. സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും പോലും നടപ്പാക്കാൻ പറ്റാത്ത പ്രത്യയശാസ്ത്രവും പൊക്കിപ്പിടിച്ച് മണ്ടന്മാരായ കുറെ അണികളെ പറ്റിച്ച് ജീവിക്കുന്ന കമ്മി നേതാക്കളോട് ഒന്നേ പറയാനുള്ളൂ, രണ്ടും കൂടി വേണ്ട, അത്ര തന്നെ.